ഹായ് വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ഫ്രൈ ആണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 400 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും അളവിന് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 ഗ്രാമിനും ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ടീസ്പൂണോളം ഗരം മസാല എടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 3/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡ്രൈ മാംഗോ പൗഡർ, അത് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും അതുപോലെ കേടും ചേർക്കുന്നുണ്ട്, തൈരും ചേർക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണേ. ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ 400 ഗ്രാം പനീർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പീസ് ആക്കണമെങ്കിലും ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനേക്കാളും വലിപ്പം കൂടണ്ട, അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ ആകാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സൈസിൽ തന്നെ ഇതെല്ലാം കൂടി ചെയ്തെടുക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിങ്ങനെ അരപ്പ് പുരട്ടി എടുക്കുമ്പോൾ വളരെ പതുക്കെ മാത്രമേ ചെയ്തെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണെ 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അത്രയും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചിട്ടെടുക്കുക. ഞാനൊരു അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്, പാനിൽ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നിരത്തി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ പനീർ റെഡി ആയിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ പാനിലെല്ലാം നിരത്തി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ നല്ലതുപോലെ കരിഞ്ഞു പോവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിനായിട്ടേ ഉള്ളൂ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇത് ചുട്ടെടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്, അല്ലാതെ ഇത് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പിന്നെ കുറച്ച് സലാഡും കൂടെ ഉണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.